കർമ്മങ്ങൾ ചെയ്യുന്ന ഞാൻ ഈ ഇറച്ചിയും മീനും ഒക്കെ തിന്നു കഴിഞ്ഞാൽ ആ കർമ്മം ചെയ്യാൻ പറ്റൂ? ആ ആത്മാവിന് ശാന്തി കിട്ടും കേട്ടോ. എന്തൊരു വർത്താനം കേട്ടോ പറഞ്ഞത്. അവന്റെ അമ്മ മരിച്ച അവന്റെ വളർത്തിയും പഠിപ്പിച്ചല്ല അയാൾ തന്നെ. അപ്പൊ അയാൾ മരിച്ചെടുക്കുമ്പോൾ അവൻ അതിന്റെ കാര്യം കർമ്മം എല്ലാം ചെയ്യണം. അപ്പൊ പറയില്ലേ അത് ഭയങ്കര മോശമായി. ആ വർത്താനം തന്നെ തെറ്റാ. അല്ല അത് ഞാൻ പറയുന്നത് എന്നാന്നറിയോ? എന്നാ നീ ഒരു കഷ്ണം കഴിക്കും. എനിക്ക് വേണ എന്നാ ഞാൻ എടുക്കരുത്. അതെന്തൊരു വർത്താനം. ഞാൻ പറയാം എന്റെ കാര്യം എന്താ അറിയാം. നീ എന്നെ ഞാൻ സംഭവം പറഞ്ഞുതരാം. രാമുവിനെ നമ്മൾ എത്ര ആളായിട്ട് കാണുന്ന? കുറെ ആളായിട്ട് നമ്മൾ രാമുവിനെ കാണണം. ആണ്. നമ്മൾ അവന്റെ സുഹൃത്തുക്കളാണോ? ആണ്. അവന്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന ആണേ. അങ്ങനെയുള്ളപ്പോൾ ഇപ്പം നമ്മളെ കാണിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നത്. അവൻ കഴിക്കാതിരിക്കുമ്പോൾ നമ്മളും കഴിക്കണ്ട. എന്നാലും അത് ടേസ്റ്റ്. നീ എനിക്കറിയാം, ഞാൻ കൂത്താട്ടുള്ള മാർക്കറ്റിൽ നിന്ന് ഒരു പോത്തിന്റെ കുറവ് മേടിച്ചു വന്ന് കണ്ടിച്ച് മല്ലിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഇട്ട് പച്ച എണ്ണയൊക്കെ ഇട്ട് താളിച്ച് എല്ലാം കൂടെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനമല്ലേ അത് ശരിയാണ്. പക്ഷെ അവന്റെ വീട്ടിൽ പെലയല്ലേ? അവന്റെ വീട്ടിൽ പലയാണെങ്കിൽ നമ്മൾ മരണോടെ ഇറക്കണം. അതല്ലെന്ന് അവര് വീട്ടിൽ ഈ ചടങ്ങൊക്കെ നടക്കുന്നുണ്ട് അവർക്ക് ഇറച്ചി കഴിക്കാൻ പറ്റരുത്. ഇത് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉഗ്ര സാധനമല്ലേ? ഉഗ്ര സാധനമാണ്. ഒരു കഷ്ണം നീ ഒരു കഷ്ണം കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണം ചേട്ടനും ഒരു കഷ്ണം ഞാനും. എനിക്ക് പിന്നെ അകത്ത് പോയി കഴിക്കാം. എന്നാലും വേണ്ടിയല്ലേ ഒരു കഷ്ണം ഒറ്റ കഷ്ണം എടുക്കാം. ആ കൈ ഊരി വെച്ചാണോ കേട്ടെ? അമ്മാവന്റെ സഞ്ചയനം ചടങ്ങുകൾ മൊത്തം ഷർട്ടൊക്കെ ഊരി വയറും പുറത്ത് കാണിച്ച് എത്തിയാലാത്ത തോർത്ത് വിട്ട് കർമ്മം ചെയ്യേണ്ട ആള്. ബീഫ് അടിച്ച് കയറ്റുക. എങ്ങനെ കഴിച്ചേ? ഇങ്ങനെ ഊരിപ്പോ വെപ്പ് പോലും കൂടെ താഴെ ചാടിപ്പോയാലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അറിയാൻ.